പത്രങ്ങളിൽ എഴുതുമ്പോഴും ടി വിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ മാധ്യമപ്രവർത്തകർ വളരെ വീരശൂര പരാക്രമികളാണ്, സിംഗങ്ങളാണ്. പക്ഷേ അവരുടെ ധൈര്യം എത്രയുണ്ടെന്ന് കുറച്ച് മുമ്പ് നമ്മൾ വാഷിങ്ടണിലെ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ്റെ ഡിന്നറിൽ കാണുകയുണ്ടായി. ഈ പുറത്ത് എവിടെയോ വെടിവെച്ച കേട്ടപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കട്ടിൽ ഈ മേശയുടെ അടിയിൽ ഒളിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യുമായിരുന്നിരിക്കാം. സംഭവം ഇങ്ങനെയാണ്. ഈ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നർ എന്ന് പറയുന്നത് ഒരു വാർഷിക ചടങ്ങാണ്, ഒരു റിച്വൽ പോലെയാണ് ഒരു ചടങ്ങ്. അപ്പോൾ അതിൽ ഏതെങ്കിലും കാര്യപ്പെട്ട ഒരു കൊമേഡിയൻ വന്ന് സംസാരിക്കും, പിന്നെ തമാശകൾ പറയും, ആളുകൾ നല്ല ശാപ്പാടടിച്ച് കള്ളുമൊക്കെ കുടിച്ച് സുഖമായിട്ട് പോകുന്നതാണ്. അതിൻ്റെ കൂടെ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ അതുപോലെയുള്ള ആളുകൾ പങ്കെടുക്കുക സാധാരണ പതിവാണ്. അപ്പോൾ പ്രസിഡൻറ്റ് ട്രംപ് പത്രക്കാരുമായിട്ട് അത്ര സുഖത്തിലുള്ള ഒരാളല്ല. ഈ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും പത്രങ്ങളെ ആക്ഷേപിക്കുകയാണ് പതിവ്, പത്രക്കാരെയും ആക്ഷേപിക്കുകയാണ് പതിവ്. എങ്കിലും ഇപ്രാവശ്യം പ്രസിഡന്റ് ട്രംപും ഫസ്റ്റ് ലേഡിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും പിന്നെ ഈ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും കാഷ് പട്ടേലും ഇങ്ങനെ ഒരു വമ്പൻ നിര തന്നെ ഇപ്രാവശ്യം പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ പങ്കെടുക്കുമ്പോൾ ഇത്രയും വലിയൊരു സംഭവമാകുമ്പോൾ അത് വാഷിങ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിലാണ് സംഭവം. ആ ഹിൽട്ടൺ ഹോട്ടലിലാണ് 1981 അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗന് വെടിയേറ്റത്. ജെയിംസ് ഹിംഗ്ലിന്നോ മറ്റോ പറഞ്ഞൊരു കക്ഷി റെയ്ഗന് നേരെ വെടിയുതിർത്തു. പക്ഷേ റെയ്ഗൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്, പരിക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് ഒരു ചരിത്രമുള്ള ഹോട്ടലാണത്. ആ ഹോട്ടലിൽ ആണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഹോട്ടലിൻ്റെ സെക്യൂരിറ്റി കടക്കാനായിട്ടൊരു കക്ഷി വന്നു, തോക്കുമായിട്ട് വന്നു. അങ്ങനെ അവിടം വരെ എങ്ങനെ എത്തിയെന്നാണ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് അയാൾ വെടിവെച്ചു, 5 തവണ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അയാളെ പിടികൂടുകയും ചെയ്തു. പിടികൂടിയതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അപ്പോൾ ഈ വെടിവെച്ച് കേട്ട ഉടനെ ഈ സീക്രട്ട് സർവീസുകാർ സ്റ്റേജിനടുത്തേക്ക് ഓടിയെത്തി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെ ആദ്യം എന്തോ കടലാസ് കാണിച്ചു, പിന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പുറത്തേക്ക് കൊണ്ടുപോയി, പിന്നെ ഉന്നതന്മാരെ എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയാണ് സംഭവം. പിന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ, ആരാണ് അക്രമിയെന്നും. പക്ഷേ ഇത്രയും വലിയ ഒരു സംഭവം നടക്കുമ്പോൾ അവിടം വരെ എങ്ങനെയാണ് ഒരു അക്രമിക്ക് എത്തിപ്പെടാൻ പറ്റുക? പ്രസിഡന്റും അതുപോലുള്ള അമേരിക്കയിലെ ഏറ്റവും കാര്യപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുന്നൊരു സംഭവത്തിൽ, അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കലുഷിതമായൊരു അവസ്ഥയുണ്ട്, ഈ യുദ്ധങ്ങളും മറ്റും നടക്കുന്ന ഒരവസ്ഥ. ആ സ്ഥിതിയിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഒരു പബ്ലിസിറ്റി ആയിട്ട് ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടെ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ പിന്നെ അമേരിക്ക പലതട്ടിലാണ്, ഇങ്ങനെയുള്ള രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് എങ്ങനെ ഈ ഉദ്യോഗസ്ഥർ അവസരം കൊടുത്തു എന്നാണ് മനസ്സിലാവാത്തത്. ആ ഭാഗത്തേക്ക് ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ തോക്കും കൊണ്ട് അവിടെ ചെല്ലാനായിട്ട് കഴിഞ്ഞു, അത്രയ്ക്കടുത്തേക്ക്. അപ്പോൾ അതിന് മാത്രമുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി, അതോ ബാക്കിയുള്ളിടത്തൊന്നും സെക്യൂരിറ്റിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലേ? എങ്ങനെയായിരുന്നാലും വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതാണ് ആളുകൾ കയറിപ്പോയതെന്നാണ് പറയുന്നത്. കാരണം അത് ആളുകളെല്ലാം കൃത്യമായ ആളുകളെയാണ് വിളിച്ചിരിക്കുന്നത്. അവരെ ഇന്നോരാണെന്നെല്ലാം കൃത്യമായിട്ട് അറിയാം. പിന്നെ അവരെ കയറിപ്പോകുന്ന വഴിക്ക് മാഗ്നറ്റോമീറ്ററിനോ മറ്റോ അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമോ ഒക്കെ ഉണ്ടെന്നുള്ള പരിശോധന അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇത് സെക്യൂരിറ്റി ചെക്കിൻ്റെ ആ പോയിൻ്റ് അത് ഹോട്ടലിൻ്റെ മുന്നിലായിരിക്കണം, ഹോട്ടലിൻ്റെ ലോബിക്ക് മുന്നിലോ അവിടെയാണ് നടക്കുന്നത്. എന്തായാലും അവിടെ ഇത് നടന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. പ്രസിഡന്റിനും മറ്റ് ഉന്നതർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പവുമില്ല. എങ്കിൽ പോലും അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്, അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ സംഭവത്തിന് ശേഷം പ്രസിഡന്റ് വൈറ്റ് ഹൗസിലേക്ക് പോവുകയും ഈ സമ്മേളനം തുടരണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു പ്രസിഡന്റ്. എന്തായാലും സമ്മേളനം പിന്നീട് നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എവിടം വരെ എത്തിയെന്ന് അത് തുടരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ പ്രസിഡന്റും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ പ്രസിഡന്റ് പോയിട്ട് തിരിച്ചു വരുമെന്നും കരുതപ്പെട്ടിരുന്നു, അതും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. പിന്നീട് പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. എങ്ങനെയായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാത്രമുള്ളൊരു ശ്രദ്ധയാണ് വേണ്ടത്. പ്രസിഡന്റുമൊക്കെ പങ്കെടുക്കുമ്പോൾ സെക്യൂരിറ്റി സെറ്റപ്പ് കുറച്ചുകൂടെ ഉഷാറാവേണ്ട ഒരവസരമാണിത്.